ഹായ് ഓൾ. ഇന്ന് ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എക്കോളജിക്കൽ നീഷ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. സോ വിൽ ലുക്ക് ഇൻ ടു ദ കൺസെപ്റ്റ് ഓഫ് എക്കോളജിക്കൽ നീഷ്. ഈ എക്കോളജിക്കൽ നീഷ് ആദ്യം തന്നെ ഇത് മനസ്സിലാക്കുന്ന മുമ്പേ ഒരു നമ്മുടെ എപ്പം ശരിക്കും എന്താ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ടേമാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എക്കോസിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പല പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്കോളജിക്കൽ നീഷിലേക്ക് വരാം. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ എക്കോസിസ്റ്റം എന്നുള്ള വാക്ക് എടുക്കുവാണെങ്കിൽ ഇഫ് യു ലുക്ക് ഇൻ ടു ദ ടേം ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ഇഫ് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ യു വിൽ ഫൈൻഡ് ദാറ്റ് ദർ ഈസ് സിസ്റ്റം ഈസ് ദർ ആൻഡ് ദെൻ ആസ് എ പ്രിഫിക്സ് യു ഹാവ് എക്കോ. അപ്പോൾ സിസ്റ്റം എന്താണെന്ന് ആദ്യം നോക്കുക. സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസിക്കലി റീജിയൻ ഓഫ് സ്റ്റഡി. നമ്മൾ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് മോർ ഓഫ് ആൻ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഏത് സാധനത്തിനാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് ആ സ്ഥലത്തിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയും. ആൻഡ് എക്കോ, എവിടെ എക്കോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എക്കോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലിവിങ്. ഇനി എക്കോളജിക്കൽ കൺസെപ്റ്റിനകത്ത് ഇറ്റ്സ് സ്ലൈറ്റ്ലി മോർ കോംപ്ലെക്സ്. അതായത് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഇൻ വിച്ച് ലിവിങ് തിങ്സ് അത് ഞാൻ ഡെഫിനേഷൻ പറയാം. ഇറ്റ്സ് എ സിസ്റ്റം ഇൻ വിച്ച് ബേസിക്കലി ഇറ്റ്സ് എ സിസ്റ്റം ഇൻ വിച്ച് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ദേ ഇൻട്രാക്ട് വിത്ത് ദംസെൽവ്സ് ആൻഡ് വിത്ത് ദ സറൗണ്ടിങ്സ്. ഇനി ഈ സിസ്റ്റം ഈ ലിവിങ് തിങ്സിനെ നമുക്ക് വേറൊരു പേര് പറയാം. ബേസിക്കലി നമ്മൾ എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ്സ് പറയുകയാണെങ്കിൽ യു ഹാവ് ടു കമ്പോണൻറ്റ്സ്. യു ഹാവ് എ ലിവിങ് കമ്പോണൻറ്റ് വിച്ച് ഇസ് നോൺ ആസ് ബയോട്ടിക് എലമെൻറ്റ് ഓർ ബയോട്ടിക് ആസ്പെക്ട് ഓഫ് ബയോട്ടിക് എലമെൻറ്റ് ആൻഡ് ദർ ഇസ് എ നോൺ ലിവിങ് കമ്പോണൻറ്റ് വിച്ച് ഇസ് അബയോട്ടിക്. അത് ലിവിങ് കമ്പോണൻറ്റിനെ നമ്മൾ ബയോട്ടിക് എന്നും പറയാം, നോൺ ലിവിങ് കമ്പോണൻറ്റിനെ നമ്മൾ അബയോട്ടിക് എന്നും പറയാം. ഇനി ഈ പറയുന്ന എക്കോസിസ്റ്റം എന്താണ്? എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാണ് വിച്ച് മീൻസ് എ സ്പേസ് ഓർ റീജിയൻ വേർ ജീവിച്ചിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ജീവനുള്ള സാധനം ലിവിങ് തിങ് ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ഇൻട്രാക്ടിങ് വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വളരെ ബെയർ മിനിമം അല്ലെങ്കിൽ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മഴത്തുള്ളി, ഒരു ഇലയിനകത്തിരിക്കുന്ന ഒരു മഴത്തുള്ളിയെ നോക്കാം. ഞാൻ ആദ്യം ഇല കുറച്ചുകൂടി ഒരു രസമായിട്ട് വരയ്ക്കട്ടെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഇല പോലത്തെ ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളൊരു മഴത്തുള്ളി ഒരു ഇലയിനകത്ത് എടുക്കുവാണെങ്കിൽ ലെറ്റ്സ് എ ഇറ്റ് റീസെൻ്റ്ലി റെയിൻ ആൻഡ് സംഹൗ വൺ റെയിൻ ഡ്രോപ്പ് ഗോട്ട് ഇൻ ടു എ ലീഫ്. അതിലവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇവൻച്വലി വാട്ട് വിൽ ഹാപ്പൻ? ആഫ്റ്റർ സം ടൈം പ്രോബ്ലി അല്ലെങ്കിൽ അത് പെയ്യുന്ന സമയത്ത് വല്ലതും ഒരു മൈക്രോ ഓർഗാനിസം അതിനകത്ത് വരുന്നതാണ്. അപ്പം ഇവിടെ ഞാൻ വരച്ചേക്കുന്ന ഇതൊരു സൂംഡ് ഇൻ വ്യൂ ആണ്. അതൊരു ഇതുണ്ട്, ലീഫുണ്ട്. യു ഹാവ് എ ലീഫ് ആൻഡ് ഇൻസൈഡ് ദ ലീഫ് യു ഹാവ് എ റെയിൻ ഡ്രോപ്പ്. ഈ റെയിൻ ഡ്രോപ്പ് എന്താണ്? വെള്ളമാണ്. സോ ഈ വാട്ടർ കമ്പോണൻറ്റിനാണ് നമ്മൾ അബയോട്ടിക് എലമെൻ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്, ആ സറൗണ്ടിങ് ആയിട്ടുള്ള വെള്ളത്തിനാണ് അബയോട്ടിക് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ലിവിങ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ജീവനുള്ള സാധനത്തിനാണ് നമ്മൾ ബയോട്ടിക് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ദർ ഇസ് എ ബാക്ടീരിയ ഇൻസൈഡ് ദ റെയിൻ ഡ്രോപ്പ്. സോ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി മൂവിങ് ഇൻസൈഡ് ദ റെയിൻ ഡ്രോപ്പ് അല്ലേ? അത് ആ മഴത്തുള്ളിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ലായിരുന്നു. സോ ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ദി നോൺ ലിവിങ് സറൗണ്ടിങ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റ് അല്ലേ? അപ്പോൾ അത് എൻവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അത് ഇൻട്രാക്ട് ചെയ്യണം. ആ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്യണം. ദിസ് ഈസ് ആക്ച്വലി ആൻ എക്കോസിസ്റ്റം. സോ ബേസിക്കലി ഇതെന്ന് പറയുന്നത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. ഹിയർ ദി ബാക്ടീരിയ ഇസ് ഇൻട്രാക്ടിങ് വിത്ത് ദി ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഇനി ഇതിനകത്ത് രണ്ട് ബാക്ടീരിയ ഉണ്ടെന്ന് വിചാരിച്ചു. ദോസ് ടു ബാക്ടീരിയ വിൽ ക്ലാഷ് വിത്ത് ഈച്ച് അതർ അല്ലേ? അവർ പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിരിക്കും. ചിലപ്പോൾ ഒന്നിൻ്റെ മണ്ടയിൽ കൂടെ മൂവ് ആയിരിക്കും. ഒരെണ്ണം അടുത്ത് വരുന്ന സമയത്ത് മറ്റത് മാറിപ്പോവായിരിക്കും. സോ ഐ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. ഇപ്പം വേറൊരു ബാക്ടീരിയ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, വേറൊരു ബാക്ടീരിയ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബാക്ടീരിയ ഇത് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാകും ഇല്ലേ? ദേ വിൽ ബി മൂവിങ് പാസ്റ്റ് ഈച്ച് അതർ, അല്ലെങ്കിൽ ദേ വിൽ ബി വൺ ബാക്ടീരിയ മേ ഫീഡ് ഓൺ അതർ ബാക്ടീരിയ, വി ഡോണ്ട് നോ. അല്ലെങ്കിൽ ദേ വിൽ ബി സംഹൗ ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ. സോ യു ഹാവ് ടു ബാക്ടീരിയാസ് in a drop of water. So this constitute a very simple അല്ലെങ്കിൽ bare minimum definition of an ecosystem. അതായത് to get a ecosystem what you need to have is that നിങ്ങൾക്ക് രണ്ട് സാധനങ്ങൾ വേണം അല്ലേ? നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിവിങ് കമ്പോണൻറ്റ് വേണം വിച്ച് ഈസ് ആൻ ഓർഗാനിസം.
ഒരു ലീവിങ് കമ്പോണൻറ്റുമാണ് വിച്ച് ഈസ് ആൻ ഓർഗാനിസം. നിങ്ങൾക്കൊരു നോൺ ലീവിങ് കമ്പോണൻറ്റുമാണ് വിച്ച് ഈസ് ദി അബയോട്ടിക് പാർട്ട് ഓർ ദി ഫിസിക്കൽ എൻവയൺമെൻറ്റ്. ഈ ഓർഗാനിസം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഇൻട്രാക്ടിങ് വിത്ത് ദ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. ഇഫ് ദർ ആർ അതർ ഓർഗാനിസംസ് ഇറ്റ് വിൽ ബി ഇൻട്രാക്ടിങ് വിത്ത് അതർ ഓർഗാനിസംസ് ഓൾസോ. അങ്ങനെ ഒരു സ്പേസിനാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഡെഫിനേഷൻ ഓഫ് എക്കോസിസ്റ്റം. ഞാൻ എക്കോസിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന 2 കൺസെപ്റ്റിനകത്ത് എക്കോസിസ്റ്റം എന്നുള്ള ടേം വീണ്ടും വീണ്ടും വരും. സോ ഇത് നമുക്ക് ഈ ഒരു സാധനത്തിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ ടോപ്പിക്സ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എക്കോസിസ്റ്റം പറയുന്നത്? ഇനി എക്കോസിസ്റ്റത്തിന് വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ. ഇനി അത് പറയുന്ന മുമ്പേ എക്കോസിസ്റ്റത്തിൻ്റെ ഇത് എടുക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഹാസ് small as a raindrop to as big as an ocean, as big as a biome. You have a forest biome, you have mountainous region. അങ്ങനെ അത്രയും വലിയൊരു റീജിയൻ ആവാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഹാസ് സ്മോൾ ആസ് എ റെയിൻഡ്രോപ്പ്, ഈവൻ സ്മോളർ ദാൻ എ റെയിൻഡ്രോപ്പ്. ഇനി അത് ടെമ്പറലാണ്. ഇപ്പോൾ മഴത്തുള്ളി എടുക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചൂട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ മഴത്തുള്ളി താഴെ വീഴും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവോപ്പറേറ്റ് ചെയ്ത് മഴത്തുള്ളി നശിച്ചു പോകും. അപ്പം ഇറ്റ് ക്യാൻ ലീവ് ഫോർ എ വെരി ഫ്രാക്ഷൻ ഓഫ് ടൈം, അല്ലേ? ഒരു 5-6 സെക്കൻഡോ 1-2 മിനിറ്റ് മാത്രം ലൈഫുള്ളൊരു ഒരു എക്കോസിസ്റ്റം ആവാം. ഓർ ഇറ്റ് ക്യാൻ ബി ഹാസ് ബിഗ് ആൻഡ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ജസ്റ്റ് ലൈക്ക് അവർ എർത്ത്, which is itself is a huge space in which you have a lot of ecosystems existing. ഇനി ഫങ്ഷൻ എക്കോസിസ്റ്റത്തിൻ്റെ വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ ജസ്റ്റ് ലൈക്ക് ദ സെൽ. ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് എ സെൽ എന്ന് പറയും പോലെ സിമിലർ ടു ദാറ്റ് യു ഹാവ് ഈ എക്കോസിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി ബയോസ്ഫിയർ. ഇനി എന്താണ് ഈ ബയോസ്ഫിയർ? നമ്മുടെ എർത്ത് എടുക്കുകയാണെങ്കിൽ യു ഹാവ് നമ്മൾ ചുറ്റും കാണുന്ന മെറ്റീരിയലുണ്ട്. മീൻസ് യു ഹാവ് എ സോളിഡ് ലെയർ, ഇല്ലേ? നമ്മളൊക്കെ ഇരിക്കുന്ന ഭൂമിനകത്തുള്ള നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ കല്ലിൻ്റെ മണ്ണിലാണ് ഇരിക്കുന്നത്. ഓർ വി ഹാവ് സ്ട്രക്ചേഴ്സ് അറൗണ്ട് അസ്, ബിൽഡിങ്സ്, ഓൾ ദീസ് തിങ്സ് ആർ മെയ്ഡ് ഫ്രം മിനറൽസ് ഓർ റോക്സ്. സോ ദിസ് ഈസ് എ റോക്ക് ലെയർ, ഇല്ലേ? യു ഹാവ് എ സോളിഡ് ലെയർ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്, and rocks which are made up of minerals which you might have learned in your geography session. And there is a water part of our earth, alle, and most of the water is in the oceans. And then there is other portion of water which is again in the streams, underground water, idellam varum. So there is water component undu, rock layer undu, then you have a gas envelope which is surrounding the entire earth, ille, which we call it the atmosphere. ഇനി ഈ 3 സാധനങ്ങളും when they keep on these layers, ഇതിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ട് we have the blue planet, or you can say the only miracle planet in which you have something known as life. Living എന്ന് പറഞ്ഞ സാധനമില്ലേ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ? You have a multitude of living things. ഈ പറയുന്ന ലൈഫ് ഫോംസിനാണ്, അല്ലെങ്കിൽ ലൈഫിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം ഐ ഹോപ്പ് യു ആർ വെരി ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം. ഇനി എക്കോസിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കൺസെപ്റ്റാണ്, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റാണ് എക്കോളജിക്കൽ നീഷ്. ഇനി ആദ്യം തന്നെ ഞാൻ എക്കോളജിക്കൽ നീഷ് പറയുന്ന സമയത്ത് ഈ ഡെഫിനേഷന് പോകുന്ന മുമ്പേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്കോളജിക്കൽ നീഷ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഓർഗാനിസത്തിൻ്റെ വ്യക്തിത്വമാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ I'll give an example and then I'll go to the definition. നിങ്ങൾ കാക്ക എടുത്ത് നോക്ക്, ക്രോ. ഓക്കെ, നിങ്ങൾ കാക്ക എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാക്കയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? കാക്ക ഈസ് എ സ്കാവഞ്ചർ, ക്രോ ഈസ് എ സ്കാവഞ്ചർ, അല്ലേ? ഇറ്റ്സ് എ ബേർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ബേർഡ്, ഇറ്റ്സ് എ ബ്ലാക്ക് കളേർഡ് ബേർഡ്, ഇറ്റ്സ് എ സ്കാവഞ്ചർ, അല്ലേ? സ്കാവഞ്ചർ ആണ്. ഇനി എവിടെ താമസിക്കുക? കാക്ക കാട്ടിലാണ് താമസിക്കുന്നത്, അല്ല? ഇറ്റ് ലീവ്സ് നിയർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, ഹ്യൂമൻ ഹാബിറ്റാറ്റ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. ഇനി കാക്ക നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അറിയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് സോളിറ്ററി ബിഹേവിയർ. ഒറ്റയ്ക്ക് നടക്കുന്ന കാക്കയുണ്ട്, ഗ്രൂപ്പായിട്ട് ഫോറേജ് ചെയ്യുന്ന കാക്കയുണ്ട്. സോ യു ഹാവ് ഗ്രൂപ്പ് ബിഹേവിയർ ആസ് വെൽ ആസ് സോളിറ്ററി ബിഹേവിയർ എക്സിബിറ്റഡ് ഇൻ ക്രോസ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻ്റലിജൻറ്റ് അനിമൽ, അല്ലേ? കാക്ക എല്ലാവർക്കും അറിയാം ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ മറ്റേ ആഡിൽ കണ്ടാണ് കാക്ക കല്ലിട്ടിട്ട് വെള്ളം നിറയ്ക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ കേട്ടോ, അത് മിത്തൊന്നുമല്ല, ശരിക്കും കാക്ക അങ്ങനെ ചെയ്യാറുണ്ട്. സോ അത്രയും സെൻസിബിൾ ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ്, അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. ഇറ്റ് ഓൾസോ യൂസസ് ടൂൾസ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊടുക്കുക, ഈ വർഷത്തെ 2022 ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ യു ഹാഡ് എൻ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഈ ടൂൾസ് യൂസ് ചെയ്യുന്ന അനിമൽ ഏതെന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓറാങ്കുട്ടനായിരുന്നു ആൻസർ. ഇനി ഓറാങ്കുട്ടന് വരെ അവിടെ കാക്ക ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 2 ആൻസർ വന്നേനെ. ഇനി നമ്മൾ കാക്ക എവിടെ കൂട് വയ്ക്കുന്നത്? ഇറ്റ് ബിൽഡ്സ് ഇൻ നെസ്റ്റ്. എങ്ങനെയാണ് കൂട് ഉണ്ടാക്കുന്നത്? അത് ചെറിയ മരക്കഷ്ണം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മരക്കമ്പ് വെച്ചിട്ടാണ്, ട്വിക്സ് വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്, അല്ലേ? ഇനി ഈ കൂടുണ്ടാക്കുന്ന എവിടെ വെച്ചോ? ഒന്നെങ്കിൽ മരത്തിൽ, നമുക്കറിയാം ട്രീ ടോപ്സിൽ മരത്തിൽ കൂട് വയ്ക്കും, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മണ്ടയിൽ, ട്രാഫിക് ലൈറ്റിൻ്റെ മണ്ടയിലൊക്കെയാണ് കാക്ക കൂട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ട്രേഡ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രോ എന്ന് പറയുന്നത്, ഈ പറയുന്ന കാക്ക എന്ന് പറയുന്ന അനിമലിൻ്റെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ എക്കോളജിക്കൽ നീഷ്.
ആ കാക്കേൻ്റെ വ്യക്തിത്വമാണ്. അതായത് എക്കോളജിക്കൽ നീഷ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസിക്കലി ദ റേഞ്ച് ഓഫ് കണ്ടീഷൻ ആൻഡ് ഓർഗാനിസം ക്യാൻ ടോളറേറ്റ്. ഇപ്പോൾ കാക്കേൻ്റെ കേസിലെടുക്കുവാണെങ്കിൽ കാക്കയ്ക്ക് ഡെസേർട്ടിലൊന്നും കാക്ക കാണത്തില്ല, അല്ലെങ്കിൽ അന്റാർട്ടിക്ക കാക്ക കാണത്തില്ല. യു കാൺ ഫൈൻഡ് ക്രോസ് ഇൻ ഈ മറ്റേ എന്താ പറയുന്നത് ആൽപൈൻ റീജിയൻസിൽ, ഹിമാലയത്തിൻ്റെ മണ്ടയിലൊക്കെ കാക്ക ചിലപ്പോഴേ കാണത്തുള്ളൂ. ഇറ്റ്സ് വെരി അൺലൈക്ലി ദാറ്റ് യു വിൽ ഫൈൻഡ് ക്രോസ് ദർ. അപ്പോൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് താമസിക്കുന്ന ഒരു റേഞ്ച് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, അത് തിന്നുന്ന റിസോഴ്സസ് ഉണ്ട്. ഇറ്റ്സ് സ്കാവഞ്ചർ കാക്കേൻ്റെ കേസിലാണെങ്കിൽ. ഇനി അത് എക്കോസിസ്റ്റത്തിനകത്തൊരു ഫങ്ഷൻ റോളുണ്ട്. ഇപ്പോൾ കാക്ക എടുക്കുകയാണെങ്കിൽ കാക്കേൻ്റെ ഫങ്ഷൻ റോൾ എന്താണ്? ഇറ്റ്സ് എ സ്കാവഞ്ചർ. ഇറ്റ് റെഡ്യൂസസ് ദ വേസ്റ്റ് ലോഡ് ഇൻ ദ സിസ്റ്റം, ഇല്ലേ? പല സാധനങ്ങളെയും അതിൻ്റെ ലാസ്റ്റ് ലൈഫ് ലൈൻ, പല ഓർഗാനിക് വേസ്റ്റിൻ്റെ ലൈഫ് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കാവഞ്ചേഴ്സിലാണ്. ആൻഡ് ദേ പെർഫോം എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഇൻ ദി എക്കോസിസ്റ്റം, അല്ലേ? അപ്പം ഈ കാക്ക എടുക്കുകയാണെങ്കിൽ കാക്കേൻ്റെ ബിഹേവിയർ ഒരു ടൈപ്പാണ്, ഒരു രീതിയിലാണ്. അതിൻ്റെ നേച്ചർ ആൻഡ് അഡാപ്റ്റേഷൻസ്, അതും എക്കോസിസ്റ്റമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇതെല്ലാം വളരെ യൂണീക്കാണ്. അപ്പോൾ ഈ ക്രോയിൻ്റെ യൂണീക്നെസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ യൂണീക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ എക്കോളജിക്കൽ നീഷ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ എക്കോസിസ്റ്റത്തിനകത്ത് യു വിൽ ഹാവ് പല ഓർഗാനിസംസ് ആണ്, ഇല്ലേ? മെനി ഓർഗാനിസംസ് will exist in an ecosystem, and all these organisms, all these type of organisms, they have their own uniqueness with respect to the ecosystem. When I say uniqueness, I mean the adaptation, I mean the range of conditions in which they exist, I mean the resources it uses, I mean the functional role it plays, I mean other characteristics that is associated with an organism. ഇതെല്ലാം എന്ന് പറയുന്നത് it's very unique to that organism, which is called ecological niche. Okay, so this is the concept of ecological niche. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത്, again, in an ecosystem you have many type of organisms. Let's say there are 10 type of organisms. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന സിറ്റിയിലിരിക്കുകയാണ്, you have humans, you have stray dogs, you have birds which are living in these cities, പ്രാവുണ്ട്, കാക്കയുണ്ട്, you have other animals, എലിയുണ്ട്. ഈ പറയുന്ന അനിമൽസ് എല്ലാം they are having their own they have a niche. You can say they are having their own identity, or you can say they have their own unique relation with the environment and the ecosystem, which is called the ecological niche. ഇനി അടുത്തതെന്ന് വെച്ചാൽ എന്താണ്? സോ ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് യു കനോട്ട് ഹാവ് ആൻ ഐഡൻറ്റിക്കൽ നിഷ്. അതായത് ലെറ്റ്സ് സേ കാക്കയെ പോലൊരു വേറൊരു കിളി കാണും, പക്ഷെ ആ കിളി കാക്കയല്ല. മനസ്സിലായോ? മീൻസ് ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ കാക്കയ്ക്ക് വരെ മൈന എടുത്തെന്ന് വിചാരിച്ചു. മൈനയെ മോറോല്ല സിമിലർ ബിഹേവിയറാണ്. പക്ഷേ മൈന അല്ലെങ്കിൽ വൾച്ചർ എടുത്തെന്ന് വിചാരിച്ചു. വൾച്ചർ ഈസ് എ സ്കാവഞ്ചർ, മൈന ഈസ് മോറോലെസ് ഇറ്റ്സ് എ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്, പക്ഷേ സ്ലൈറ്റ്ലി സ്കാവഞ്ചർ നേച്ചറുള്ള ഒരു ബേർഡാണ്. പക്ഷേ മൈന ഈസ് നോട്ട് കാക്ക ആൻഡ് മൈന ഈസ് നോട്ട് വൾച്ചർ. കാരണം മൈനേൻ്റെ രീതിയെല്ലാം വേറെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേറെയാണ്, അതിൻ്റെ ട്രേഡ്സ് വേറെയാണ്, അതും എക്കോസിസ്റ്റമായിട്ടുള്ള ബന്ധം വേറെയാണ്. മൈന കൂട് വയ്ക്കും പോലെയല്ല കാക്ക കൂട് വയ്ക്കുന്നത്. ഇഫ് യു ടേക്ക് വൾച്ചറെ കൂടെ വെക്കാറില്ല. ഐ തിങ്ക് അവർ ബേസിക്കലി വലിയ ഏരിയൻ്റെ മണ്ടേ പറിച്ചുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് വൾച്ചറിൻ്റെ രീതികളും വൾച്ചറിൻ്റെ സൈസ്, വൾച്ചറിൻ്റെ രീതി, വൾച്ചറിൻ്റെ ബിഹേവിയർ, വൾച്ചറിൻ്റെ അഡാപ്റ്റേഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ് കാക്ക വെച്ച് നോക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാക്ക, മൈന ആൻഡ് കോ, ദീസ് 3 വേർഡ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള യൂണീക്നെസ് ഉണ്ട്, വിച്ച് ഫോംസ് ദി എക്കോളജിക്കൽ നീഷ്. പക്ഷേ ഇവരെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവാനും പറ്റും, ഇല്ലേ? സോ യു ക്യാൻ സേ ദാറ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം ദർ ആർ multiple niches exist in an ecosystem. And one more thing you need to understand, that this can also come as a statement in your prelims exam, is that no two niches are same, alike. Niches can be similar. കാക്കയും മൈന എടുക്കുകയാണെങ്കിൽ they can have similar niches, but they cannot have same niches. രണ്ട് വ്യത്യാസമുണ്ട്. Those people are similar doesn't mean those people are the same. അപ്പോൾ no two niches can be same. Niches may be similar. ഓക്കെ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എഡ്ജ് എഫക്റ്റ് ആണ്. എഡ്ജ് എഫക്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സപ്പോസ് യു ഹാവ് 2 ecosystem. ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ദ കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം. 2 ecosystem ഉണ്ടെന്ന് വെച്ചാൽ, ആൻഡ് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദീസ് 2 ecosystems ആർ അഡ്ജസ്റ്റൻറ്റ്. 2 അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം വരുമ്പോൾ എന്ത് പറ്റും? യു വിൽ ഒബ്വിയസ്ലി ഹാവ് എൻ ഓവർലാപ്പിംഗ് റീജിയൻ, അല്ലേ? അതിൻ്റെ 2 എക്കോസിസ്റ്റത്തിൻ്റെ ബോർഡറിൻ്റെ ഇടയിൽ യു വിൽ ഹാവ് എൻ ഓവർലാപ്പിംഗ് റീജിയൻ. ഇനി ഈ ഓവർലാപ്പിംഗ് എഡ്ജസിൽ ഇവിടെ എന്ത് പറ്റും? വാട്ട് യു ഫൈൻഡ് ഈസ് ദാറ്റ് ഈ റീജിയനകത്ത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹയർ കമ്പയർഡ് ടു ദി അഡ്ജസൻറ്റ് എക്കോസിസ്റ്റം. ഈ 2 എക്കോസിസ്റ്റം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഓവർലാപ്പിംഗ് റീജിയനകത്തുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഹയറാണ്.
ഈ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ലൈഫ് ഫോംസ് ആണ്. അതായത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ യു ഹാവ് 10 ടൈപ്സ് ഓഫ് അനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഇൻ ദിസ് റീജിയൻ. ഇത് ബേസിക്കലി ഞാൻ ഈ വരച്ചേക്കെന്ന് വെച്ചാൽ ദിസ് ഈസ് ദി ലാൻഡ്. ഓക്കെ, ഇത് ലാൻഡാണ് ആൻഡ് ദിസ് ഈസ് ദി ലേക്ക്. അപ്പം ഒരിടത്ത് ഞാൻ ഇത് ലാൻഡ് കൊടുക്കുവാണേ ആൻഡ് ദിസ് ഈസ് ദി ലേക്ക്. ഈ ലാൻഡും ലേക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ലാൻഡ് ലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ യു ഹാവ് സംതിങ് നോൺ ആസ് എ മാർഷ് അല്ലേ, മാർഷ് ഏരിയ ആണ് ഉള്ളത്. അത് ചതുപ്പ് എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ഇവിടെ വാട്ട് യു ക്യാൻ ഫൈൻഡ് ഈസ് ദാറ്റ് ഒരു എഫക്റ്റ്, ഒരു ഫെനോമിന എന്ന് പറയുന്നത്, നിങ്ങൾ കരയിൽ എത്ര ജീവിയുണ്ട്, ടൈപ്പ് ഓഫ് അനിമൽസ് ഉണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, കായലിൽ എത്ര ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ഈ കായലിലും കരയെക്കാട്ടും കൂടുതൽ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്, നമ്പർ ഓഫ് ഓർഗാനിസംസ് അല്ല, ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് വിൽ ബി ഓൾവേസ് ഹയർ ഇൻ ദി മാർഷി റീജിയൻ. ഇങ്ങനെ ഇൻട്രാക്ഷൻ പോയിന്റ് എടുക്കുകയാണെങ്കിൽ മാർഷി റീജിയനിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോണിൽ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് എഡ്ജിൽ യു വിൽ ഓൾവേസ് ഹാവ് എ diversity of organisms, or you will have more diversity compared to the land and lake, the adjacent ecosystems itself. ഇതിനെയാണ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ഇനി ഫസ്റ്റ് ഞാനിപ്പോൾ മാർഷ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഫൺ, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് റെലവൻറ്റ് ഫോർ UPSC, ബട്ട് ജസ്റ്റ് ഐ എം ടെല്ലിങ് യു. എന്താണ് മാർഷ്? മാർഷ് എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇറ്റ് ഈസ് ലാൻഡ് മീറ്റിംഗ് വാട്ടർ. ആ റീജിയനാണ് മാർഷ് എന്ന് പറയുന്നത് അല്ലേ. You can simply say that whenever you have a landform meeting unless it's an ocean, you have a land meeting, ഒരു കായലോ തോടോ പുഴയോ എന്തെങ്കിലും ഒരു കര വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ യു ആർ ലൈക്ലി ടു ഫൈൻഡ് മാർഷ്. ഇനി മാർഷ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി മാർഷ് എന്ന് വെച്ചാൽ അത് ചതുപ്പായിരിക്കും, വാട്ടർ ലോക്ഡ് ഏരിയ ആയിരിക്കും, മേ ബി വാട്ടർ ലോക്ഡ് ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഹെർബ്സ്. ചെറിയ കുറ്റിച്ചെടികളായിരിക്കും ഉള്ളത്. ഈ കുറ്റിച്ചെടി അല്ലെങ്കിൽ ഹെർബ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ സ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, പ്ലാന്റിൻ്റെ സ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വുഡി ആയിരിക്കത്തില്ല. വുഡി ആയിരുന്നു വെച്ചാൽ എന്താണ്? നിങ്ങൾ പുല്ലെടുത്ത് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ സ്റ്റിക്ക് എന്ന് പറയുന്നത് പച്ച കളറാണ്. സോ ഇറ്റ്സ് നോട്ട് വുഡ് എന്ന് വെച്ചാൽ ബ്രൗൺ കളർ ആയിരിക്കും, വുഡിൻ്റെ ഇതാണ്. പിന്നെ സ്ട്രക്ചറൽ വ്യത്യാസമുണ്ട്. സോ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് നോൺ വുഡി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് ഹെർബ്സ് എന്ന് പറയുന്നത്. ഈ ഹെർബ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള ഏരിയാസിനാണ് മാർഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ മാർഷ് ഈസ് എ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ടു എക്കോസിസ്റ്റംസ്, നെയിംലി ലാൻഡ് ആൻഡ് ലേക്ക്. ഇനി ദ സെയിം തിങ്. അപ്പോൾ എന്താണ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഓവർലാപ്പിംഗ് എഡ്ജസ് ഓഫ് ടു അഡ്ജസൻറ്റ് എക്കോസിസ്റ്റംസ് ദാറ്റ് ഷോ ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫിനാണ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഗ്രാഫിനകത്ത് ഇത് വരച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് Y ആക്സിസിനകത്ത് ഡൈവേഴ്സിറ്റി വരയ്ക്കാം, X ആക്സിൽ പ്രത്യേകിച്ചൊന്നും വരയ്ക്കേണ്ട. എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുത്തിട്ട് ലേക്കും ലാൻഡും കൊടുത്തിട്ട് നടുക്ക് നിങ്ങൾക്കൊരു ഡൈവേഴ്സിറ്റി കുറച്ച് പൊക്കി വരച്ചിട്ട് യു ക്യാൻ സേ ഇറ്റ്സ് ആൻ എഡ്ജ് എഫക്റ്റ്. ഇനി ഒരു എക്സാമ്പിൾ എന്താണ്? യു ക്യാൻ സേ ഒരു പ്രോപ്പർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ ഈസ് മാർഷ്, അതർ ഇസ് ഗ്രാസ് ലാൻഡ്. ഫോറസ്റ്റും ഡെസേർട്ടും ഇത് തമ്മിലിടയിൽ ഉള്ള ഒരു ട്രാൻസിഷൻ സോൺ അല്ലെങ്കിൽ ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ലെയർ അല്ലെങ്കിൽ റീജിയനാണ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഇറ്റ്സ് വെരി ഇൻഫാക്ട് ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദാറ്റ് യുൽ ഫൈൻഡ് ദാറ്റ് യു ഹാവ് മോർ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഇൻ ഗ്രാസ് ലാൻഡ്സ് കമ്പയർഡ് ടു ഡെസേർട്ട് ആൻഡ് ഫോറസ്റ്റ്. ഇനി again another very common and very familiar example that you people know is mangroves. Whenever you have a land meeting a saline environment, അതായത് സലൈൻ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, അത് എത്ര സലൈൻ ആസ് എൻ ഓഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കടലിന് എത്ര സലൈൻ ആയിട്ടുള്ളൂ. യു ഹാവ് 3 types salinity. ഒട്ടും സലൈൻ അല്ല, യു ഹാവ് ഓഷൻ ലെവൽ salinity and somewhat salinity in the middle. ഈ സംവാട്ട് salinity in the middle sometimes you can find mangroves. Especially typically mangroves are found in regions where you have salinity which is more or less similar to oceans. അതായത് ഓഷൻ ലെവലിൽ കടലിലത്ര ഉപ്പുള്ള സ്ഥലങ്ങളിൽ കടലിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെല്ലാം you will find something known as mangroves. Mangroves is again a transition area or you can say an overlap of 2 ecosystems. ഇവിടെ you can find edge effect. Means ഇവിടെ you will find more organisms that compared to ocean or the adjacent land. ഓക്കെ, ഇനി ഈ ട്രാൻസിഷൻ റീജിയൻസ് ഉണ്ടല്ലോ, 2 എക്കോസിസ്റ്റത്തിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻ റീജിയൻ അല്ലെങ്കിൽ ഓവർലാപ്പ് റീജിയനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എക്കോട്ടോൺ. അപ്പോൾ എക്കോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ റീജിയൻ ബിറ്റ്വീൻ 2 ബയോംസ് ഓർ 2 ecosystem. First of all, we need to understand what is a biome. For the time being, just understand that you have a couple of more definitions for biome. But for the sake of discussion, let's just take a very simplistic view of biome.
ബയോം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ലാർജ് റീജിയൻ, ഒരു വലിയ ഏരിയ, ഓക്കെ, വേർ വിച്ച് ഈസ് ഡോമിനേറ്റഡ് വിത്ത് എ സ്പെസിഫിക് വെജിറ്റേഷൻ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് ഡെസേർട്ട് ബയോം, യു ഹാവ് ഫോറസ്റ്റ് ബയോം, ലൈക്ക് വൈസ്. അതാണ് ബയോം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെജിറ്റേഷൻ ടൈപ്പുള്ള ഒരു ലാർജ് ഏരിയനാണ് ബയോം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ബയോംസ് ഇടയിലുള്ള ട്രാൻസിഷൻ സോണിനെ എക്കോടോൺ എന്ന് പറയും. ഇനി പല ആൾക്കാർക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ തോന്നിയൊരു സാധനമാണ് ഈ ബയോമും എഡ്ജ് എഫക്റ്റും തമ്മിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ എഡ്ജ് എഫക്റ്റ് എന്ന് വെച്ചാൽ എഫക്റ്റ്, നിങ്ങൾ ഈ എഫക്റ്റ് കണ്ടല്ലോ, അപ്പോൾ ദിറ്റ്സ് എ ഫെനോമെനൻ. എക്കോടോൺ എന്ന് വെച്ചാൽ ജസ്റ്റ് റീജിയനാണ്. ഇവിടെ എഫക്റ്റ് ഉണ്ട്, എഫക്റ്റ് വെച്ച് ഓർക്കാൻ പറ്റും. അപ്പം ഇന്ന് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ 3 ടോപ്പിക്സാണ് ബേസിക്കലി നോക്കിയത്. ഒന്ന് എക്കോളജിക്കൽ നീഷ് എന്താണ്, പിന്നെ എഡ്ജ് എഫക്റ്റ് എന്താണ്, പിന്നെ എക്കോടോൺ എന്താണ്.